ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒട്ടേറെ സ്ഥാനാർത്ഥികളുടെ വിടുവായുത്തരവും പൊട്ടത്തരങ്ങളും ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്തു. അതിലൊരു സ്ഥാനാർത്ഥിയുടെ പൊട്ടത്തരം ഒന്ന് കാണും. FCR ഇവിടെ കിടന്ന് കോൺഗ്രസ്സുകാർ ഉറഞ്ഞു തുള്ളുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പത്രം ഒന്ന് വായിക്കണം ഇടയ്ക്ക്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ ഇതിനു മുമ്പല്ലേ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ കിടന്ന് തുള്ളിയല്ലോ. എന്താ മണിപ്പൂര് കലാപം BJP തമ്മിൽ എന്താ ബന്ധം? BJP ഇവിടെ ഭരിക്കുന്നുണ്ട്. ഇവിടെ പ്രചരിപ്പിച്ച എങ്ങനെയാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ അവിടെയുള്ള BJP RSSകാർ കൊലപാതകം നടത്തുന്നു. ഇവിടുത്തെ എല്ലാ പത്രങ്ങളും കണ്ടൂസതാ. അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടത്തിയ നരഹത്യയാണ് അവിടെ നടന്നത്. അവസാനം ബോംബെ അതിരൂപത മേലധ്യക്ഷൻ പറഞ്ഞു, ഇത് വർഗീയ കലാപമല്ല, ഇത് ട്രൈബൽ വാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ബോധം ഉദിച്ചു. ഒരു അമേരിക്കൻ പൗരനെ മണിപ്പൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ അമേരിക്കൻ പൗരന്റെ കയ്യിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ FCR അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ NGOകൾ വഴി രാജ്യവിരുദ്ധ കലാപത്തിന്, നേപ്പാൾ മോഡൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ FCR അക്കൗണ്ടുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കർശനമായ ഉപാധികൾ ആവശ്യമായി വന്നപ്പോൾ സർക്കാർ എടുത്ത തീരുമാനമായിരുന്നു FCR നിയന്ത്രണം. ഈ പറയുന്ന ആളാരാണെന്ന് മനസ്സിലായല്ലോ. അപ്പന് പിറന്നാൽ അപ്പടി ഇരിക്കുമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സായിപ്പ് കാരണമാണ് FCR അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്നതും സഭകളിലെ ലൈസൻസ് പുതുക്കാതെ തടഞ്ഞു വെച്ചതും. ഇത് വെറുമൊരു ഷോണല്ല പറഞ്ഞത്. BJPയുടെ വൈസ് പ്രസിഡന്റും പാലായിലെ BJPയുടെ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് FCR അമെൻമെന്റ് ബില്ല് അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് വിശദമായി ഷോൺ പഠിപ്പിച്ചു തന്നു. സഭാ നേതൃത്വത്തിനും പിതാക്കന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിശ്വാസികൾക്കുമെല്ലാം മനസ്സിലായല്ലോ. ഇനിയും പറയരുത് ഒന്നും മനസ്സിലായില്ലെന്ന്. വേണമെങ്കിൽ അതൊന്നുകൂടി കേട്ടോ. FCR ഇവിടെ കിടന്ന് കോൺഗ്രസ്സുകാർ ഉറഞ്ഞു തുള്ളുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പത്രം ഒന്ന് വായിക്കണം ഇടയ്ക്ക്. ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ ഇതിനു മുമ്പല്ലേ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ കിടന്ന് തുള്ളിയല്ലോ. എന്താ മണിപ്പൂര് കലാപം BJP തമ്മിൽ എന്താ ബന്ധം? BJP ഇവിടെ ഭരിക്കുന്നുണ്ട്. ഇവിടെ പ്രചരിപ്പിച്ച എങ്ങനെയാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ അവിടെയുള്ള BJP RSSകാർ കൊലപാതകം നടത്തുന്നു. ഇവിടുത്തെ എല്ലാ പത്രങ്ങളും കണ്ടൂസതാ. അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടത്തിയ നരഹത്യയാണ് അവിടെ നടന്നത്. അവസാനം ബോംബെ അതിരൂപത മേലധ്യക്ഷൻ പറഞ്ഞു, ഇത് വർഗീയ കലാപമല്ല, ഇത് ട്രൈബൽ വാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ബോധം ഉദിച്ചു. ഒരു അമേരിക്കൻ പൗരനെ മണിപ്പൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ അമേരിക്കൻ പൗരന്റെ കയ്യിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ FCR അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ NGOകൾ വഴി രാജ്യവിരുദ്ധ കലാപത്തിന്, നേപ്പാൾ മോഡൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ FCR അക്കൗണ്ടുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കർശനമായ ഉപാധികൾ ആവശ്യമായി വന്നപ്പോൾ സർക്കാർ എടുത്ത തീരുമാനമായിരുന്നു FCR നിയന്ത്രണം. ആ സായിപ്പാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. ആ സായിപ്പ് മണിപ്പൂരിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ FCR ബില്ല് വരില്ലായിരുന്നു. എന്തായാലും എല്ലാവരുടെയും കൺഫ്യൂഷൻസ് ഇതോടെ തീർന്നു കാണും. എൻ്റെ പൊന്നു സായിപ്പേ, നീ ഇനിയും ഇന്ത്യയിലോട്ട് വരരുത്. താങ്കളുടെ കാല് പിടിച്ച് പറയുക, ഞങ്ങളുടെ കഞ്ഞിയിൽ നീ പാറ്റയിടല്ലേ. ഇതുപോലെയുള്ള ഊളകളെ വേണം പാലക്കാർ ജയിപ്പിച്ചു വിടാൻ. അപ്പനും മോനും ഇങ്ങനെ ആയിപ്പോയല്ലോ പിതാവേ. ഈ ദുഃഖ വെള്ളിയാഴ്ച തന്നെ ഇത് എന്നെ കൊണ്ട് പറയിക്കുക. ഇതോടെ തീർന്നു. ഇനി ഇതും പറഞ്ഞ് സഭാപിതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ചെല്ലരുത്. അപ്പനും മോനും ചെന്നാൽ ചൂല് ചാണകത്തിൽ മുക്കി അടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.